ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കൽക്കി എന്ന മൂവിയാണ്. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കുരുക്ഷേത്ര യുദ്ധഭൂമിയാണ് കാണിക്കുന്നത്. രക്തം ചീന്തിയ ആ യുദ്ധഭൂമിയിൽ ശരശയിൽ കിടക്കുന്ന ദ്രോണാചാര്യരുടെ ശരീരത്തിലേക്ക് നോക്കി വിതുമ്പിക്കൊണ്ട് നിൽക്കുകയാണ് അദ്ദേഹത്തിന്റെ പുത്രൻ അശ്വത്ഥാമ. കോപിതനായ അശ്വത്ഥാമ പാണ്ഡവവംശത്തിലെ അഭിമന്യുവിന്റെ പത്നിയായ ഉത്തരയുടെ വയറ്റിൽ വളർന്ന കുഞ്ഞിനെയും തന്റെ കയ്യിലുണ്ടായിരുന്ന ബ്രഹ്മാസ്ത്രം എറിഞ്ഞു കൊല്ലുന്നു. അതിൽ ശുഭതനായിട്ട് കൃഷ്ണൻ അവിടെ പ്രത്യക്ഷപ്പെടുന്നു. നീ വിചാരിച്ചിരുന്നെങ്കിൽ എന്റെ പിതാവിനെ രക്ഷിക്കാൻ സാധിക്കുമെന്ന് അശ്വത്ഥാമ കൃഷ്ണനോട് പറയുന്നുണ്ട്. നിന്റെ കോപത്താൽ നീ ജനിക്കാനിരുന്ന ഒരു കുഞ്ഞിനെ കൊന്നത് ശരിയായില്ല എന്ന് കൃഷ്ണൻ പറഞ്ഞതും അശ്വത്ഥാമ കൃഷ്ണനെ വധിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ആ ശ്രമം വിജയിച്ചില്ല. ഗർഭസ്ഥ ശിശുവിനെ കൊന്ന അശ്വത്ഥാമയെ കൃഷ്ണൻ ശപിക്കുകയാണ്. തന്നെയും കൊല്ലാൻ അശ്വത്ഥാമ പറഞ്ഞെങ്കിലും മരണം നിനക്കുള്ള ശിക്ഷയല്ല എന്നാണ് കൃഷ്ണൻ പറയുന്നത്. കാലാന്തരത്തിൽ പാണ്ഡവ വംശം ഇല്ലാതാകും, ഈ യുഗവും അവസാനിക്കും. മരണമില്ലാതെ ഏകാഗിയായി 1000 സംവത്സരങ്ങൾ നീ മുറിവിണങ്ങാതെ ജീവിക്കും. മൃത്യു നിന്നെ തേടി വരില്ല, അതാണ് നിനക്കുള്ള ശാപം ലഭിച്ചപ്പോഴാണ് താൻ ചെയ്തത് വളരെ വലിയ തെറ്റാണെന്ന് അശ്വത്ഥാമയ്ക്ക് തോന്നുന്നത്. അയാൾ കൃഷ്ണനോട് ക്ഷമ ചോദിക്കുന്നു. തനിക്ക് ശാപമോക്ഷം നൽകണമെന്നും പറയുന്നു. ശാപം തിരിച്ചെടുക്കാൻ കൃഷ്ണൻ തയ്യാറല്ലായിരുന്നു. പകരം അയാളുടെ മുന്നിൽ ഒരു വഴി മാത്രമുണ്ട്. കാലങ്ങൾക്ക് ശേഷം കലിയുഗമുണ്ടാകും. ഈ വായു മുഴുവൻ വിഷതുല്യമാകും. ഗംഗയിൽ ഒരിറ്റ വെള്ളം പോലും ബാക്കിയുണ്ടാകില്ല. അന്ന് കലിയെ വധിക്കാൻ ഞാൻ വീണ്ടും ജന്മമെടുക്കും. എന്റെ ആ ജന്മത്തെ പോലും തടയാൻ ശക്തിയുള്ളവനായിരിക്കും കലി. ഇന്നെന്നെ വധിക്കാൻ തുടങ്ങിയ നീ അന്നെന്റെ രക്ഷകനാകും. അതും പറഞ്ഞുകൊണ്ട് അശ്വത്ഥാമയുടെ നെറ്റിയിലുണ്ടായിരുന്ന ശിവമണി കൃഷ്ണൻ എടുക്കുന്നു. ഞാൻ ജന്മമെടുക്കാൻ പോകുന്നു എന്ന് നിനക്ക് മനസ്സിലാകുന്നത് ഈ ശിവമണി നിന്റെ അടുത്തേക്ക് തിരികെ എത്തുമ്പോഴാണ്. അതുവരെ മരണമില്ലാതെ നീ ഈ ഭൂമിയിൽ തന്നെ ജീവിക്കുമെന്ന് പറഞ്ഞിട്ടാണ് കൃഷ്ണൻ അവിടെ നിന്നും പോകുന്നത്. അങ്ങനെ നൂറ്റാണ്ടുകൾ കടന്നുപോയി. കലിയുഗം ആരംഭിച്ചിരിക്കുന്നു. 6000 വർഷങ്ങൾക്ക് ശേഷമുള്ള കുരുക്ഷേത്ര ഭൂമിയാണ് കാണിക്കുന്നത്. ഭൂമിയിലെ ഒട്ടുമിക്ക നഗരങ്ങളും ഇല്ലാതായിരിക്കുന്നു. അവസാന നഗരമായ കാശിയിലേക്ക് മറ്റു ജനങ്ങളെല്ലാം എത്തിച്ചേരുകയാണ്. ആഹാരത്തിനും വെള്ളത്തിനും വേണ്ടി ജനങ്ങൾ കഷ്ടപ്പെടുന്ന കാശി നഗരത്തിനുള്ളിൽ തന്നെ തലകീഴായി നിൽക്കുന്ന പിരമിഡിനെ പോലൊരു സ്ഥലമുണ്ട്. അതിനെ എല്ലാരും കോംപ്ലക്സ് എന്നാണ് വിളിക്കുന്നത്. അവിടെ ഒന്നിനൊരു കുറവുമില്ല. ശുദ്ധമായ വെള്ളവും വായുവും എല്ലാം തന്നെ അതിനുള്ളിൽ ലഭിക്കും. സാധാരണക്കാർക്ക് അതിനുള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ പലയിടത്തും യുദ്ധത്തിന് ശേഷം അവശേഷിച്ച കുറച്ച് ആൾക്കാർ കാശി നഗരത്തിലേക്ക് പോവുകയാണ്. അക്കൂട്ടത്തില് റായ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുണ്ട്. എന്നാൽ അവൾ സ്വന്തം ഐഡന്റിറ്റി മറച്ചു വെച്ച് ഒരു ആൺകുട്ടിയെ പോലെയാണ് നടന്നുകൊണ്ടിരുന്നത്. ആ വാഹനത്തിൽ വെച്ച് അവൾ റോമി എന്നൊരാളെ പരിചയപ്പെടുന്നു. ശംബാല എന്ന് പറയുന്ന മറ്റൊരു നഗരത്തിൽ നിന്നുള്ള ഒരു റിബലായിരുന്നു അയാൾ. കോംപ്ലക്സിലുള്ള ആൾക്കാർ ശംബാല നഗരം എവിടെയാണെന്ന് പലതവണ കണ്ടെത്താൻ ശ്രമിച്ചെങ്കിലും ഇതുവരെയും അവർക്കത് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഭൂമിയിൽ അവശേഷിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികളെ എല്ലാം തന്നെ കോംപ്ലക്സിലുള്ള ആൾക്കാർ കൂട്ടിക്കൊണ്ടു പോവുകയാണ് പതിവ്. അവരവിടെ എന്തോ ഒരു വലിയ എക്സ്പെരിമെന്റ് നടത്തുന്നുണ്ട്. പ്രോജക്ട് കെ എന്നാണ് അവരതിനെ പേരിട്ട് വിളിച്ചിരുന്നത്. അതെന്താണെന്ന് കണ്ടെത്താനാണ് ഈ റോമി ഉൾപ്പെടെയുള്ള ആൾക്കാർ ശംബാലയിൽ നിന്നും ഇവിടേക്ക് ചാരന്മാരെ പോലെ വന്നുകൊണ്ടിരുന്നത്. കോംപ്ലക്സിന് വേണ്ടി ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് സോൾജേഴ്സ് ഉണ്ടായിരുന്നു. കാശി നഗരത്തിൽ താമസിക്കുന്ന എല്ലാവരും ആ കോംപ്ലക്സിനുള്ളിലേക്ക് താമസത്തിന് പോവാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ പണ്ട് നാട്ടിൽ കാശ് കൊടുത്തു പോകുന്ന പോലെ ഇവിടെ യൂണിറ്റ്സിനായിരുന്നു വില. 1 മില്യൺ യൂണിറ്റ്സ് കയ്യിലുള്ള ആൾക്കാർക്ക് കോംപ്ലക്സിലേക്ക് പ്രവേശനം ലഭിക്കും. 1 മില്യൺ യൂണിറ്റ്സ് തികച്ച് എങ്ങനെയെങ്കിലും കോംപ്ലക്സിനുള്ളിൽ താമസിക്കാൻ കയറിക്കൊള്ളണമെന്നായിരുന്നു ചുറ്റും താമസിച്ചിരുന്ന എല്ലാവരുടെയും ആഗ്രഹം. അവിടെയുള്ള പെൺകുട്ടികളെയെല്ലാം അവർ പിടിച്ചുകൊണ്ടു പോകുന്ന കണ്ടിട്ട് റോമി റായെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അവളെയും കൂട്ടി ആ സ്ഥലത്തിന്റെ മറ്റൊരു പ്രദേശത്തേക്ക് അവർ പോകുന്നുണ്ട്. അവിടെ റോമിയെ പോലെ തന്നെ മറ്റു കുറെ റിബൽസ് ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. പ്രഗ്നന്റ് ആയ ഒരു ലേഡി കൂടി അവരുടെ കൂടെയുണ്ട്. ഈ കോംപ്ലക്സിനുള്ളിലേക്ക് കൊണ്ടുപോകുന്ന പെൺകുട്ടികളെല്ലാം തന്നെ അവർ ആർട്ടിഫിഷ്യൽ ആയിട്ട് സീഡിംഗ് നടത്തി പ്രഗ്നന്റ് ആക്കും. അവരുടെ ഭ്രൂണത്തിൽ നിന്നും ഒരു സിറം എക്സ്ട്രാക്ട് ചെയ്തെടുക്കും. അതെന്തിനു വേണ്ടിയാണെന്ന് ചുറ്റുമുള്ള ആർക്കും തന്നെ അറിയില്ലായിരുന്നു. റോമി തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു തിളങ്ങുന്ന വസ്തു എടുത്തിട്ട് ആ പ്രഗ്നന്റ് ലേഡിയുടെ അടുത്തേക്ക് കൊണ്ടുവയ്ക്കുന്നു. ഭഗവാൻ ജന്മമെടുക്കാൻ പോകുന്നോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയായിരുന്നു അത്. എന്നാൽ ആ വസ്തു പ്രകാശിക്കുന്നില്ല. അതിനർത്ഥം ആ സ്ത്രീയുടെ വയറ്റിൽ വളരുന്നത് ഭഗവാനല്ലായിരുന്നു. പക്ഷെ അപ്പോഴേക്കും അവിടെ കോംപ്ലക്സിലെ ആൾക്കാർ വന്നിട്ട് അവരെ പിടികൂടി മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. ഈ കോംപ്ലക്സിന്റെ തലവൻ സുപ്രീം യാസ്കിൻ എന്ന് പറയുന്ന ഒരാളാണ്. അയാളുടെ കീഴിലാണ് ബാക്കി എല്ലാവരും ജോലി ചെയ്യുന്നത്. 200 വയസ്സുള്ള ഒരു വൃദ്ധനാണ് ഈ സുപ്രീം യാസ്കിൻ. അയാളുടെ കീഴിൽ കോംപ്ലക്സിൽ ജോലി ചെയ്യുന്ന കമാൻഡർ ആയിരുന്നു മാനസ്. അംബാലയിൽ നിന്ന് വന്ന റിബൽസിനെയെല്ലാം മാനസ് അവിടെ വെച്ച് തന്നെ വധിക്കുന്നു. കൂട്ടത്തിൽ ആ ഗർഭിണിയായ സ്ത്രീയും. മരിക്കുന്നതിന് മുമ്പ് റോമി തന്റെ കയ്യിലുണ്ടായിരുന്ന വസ്തു ഉപയോഗിച്ച് ശംബാലയിലുള്ള മറിയത്തിനോട് സംസാരിക്കുന്നു.
ഭഗവാനെ തനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാണ് അറിയിക്കുന്നത്. അവിടുത്തെ സോൾജേഴ്സിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട ശംബാലയിലെ ഒരു റിബലായിരുന്നു ലൂക്ക്. അവൻ രക്ഷപ്പെട്ടു പോകുന്നതിനിടയിൽ വീണ്ടും സോൾജേഴ്സ് അവനെ പിടികൂടാൻ ശ്രമിക്കുന്നു. എന്നാൽ പെട്ടെന്ന് അവിടേക്ക് ഭൈരവ എന്ന് പറയുന്ന നമ്മുടെ നായകൻ എത്തുകയാണ്. ലൂക്കിനെ കോംപ്ലക്സിലേക്ക് പിടിച്ചു കൊടുക്കുകയാണെങ്കിൽ 5000 യൂണിറ്റ്സ് തനിക്ക് സ്വന്തമാക്കാമെന്ന് ഭൈരവയ്ക്ക് മനസ്സിലാകുന്നു. അതുകൊണ്ട് സോൾജേഴ്സിനെ വിട്ടുകൊടുക്കാതെ ലൂക്കിനെ താൻ തന്നെ പിടിച്ച് കോംപ്ലക്സിൽ ഏൽപ്പിക്കാമെന്ന് ഭൈരവന് തോന്നുന്നു. ഭൈരവനെ കുറിച്ച് ലൂക്ക് ഒരുപാട് കേട്ടിട്ടുണ്ടായിരുന്നു. ഇതുവരെ ഭൈരവനെ തോൽപ്പിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. അയാൾ വലിയൊരു ഫൈറ്റർ ആയിരുന്നു. അതുകൊണ്ട് ഭൈരവൻ തന്നെ രക്ഷിക്കുമെന്ന് ലൂക്ക് വിശ്വസിച്ചു. ഭൈരവന്റെ കൂടെ ബുജി എന്ന് വിളിക്കുന്ന ചെറിയൊരു റോബോട്ടും ഉണ്ടായിരുന്നു സഹായത്തിന്. എന്നാൽ സോൾജേഴ്സിനെ എല്ലാം അടിച്ചിട്ട ശേഷം ലൂക്കിനെയും കൊണ്ട് ഭൈരവൻ തന്റെ താവളത്തിലേക്കാണ് പോകുന്നത്. അവിടെ അവനെ ബന്ദിയാക്കിയിടുന്നു. എങ്ങനെയെങ്കിലും 1 മില്യൺ യൂണിറ്റ്സ് സമ്പാദിച്ച് കോംപ്ലക്സിനുള്ളിൽ കയറിപ്പറ്റണം എന്നൊരു ഒറ്റ ചിന്ത മാത്രമേ ഭൈരവൻ ഉണ്ടായിരുന്നുള്ളൂ. അതേസമയം കോംപ്ലക്സിലെ ക്യാപ്റ്റനായ മാനിക്യ സംഘത്തിനും യുദ്ധഭൂമിയിൽ നിന്ന് പുരാണത്തിലെ അർജുനന്റെ ധനുസ് കിട്ടുന്നു. ഗാന്ധിവം എന്ന ആ ധനുസിന് അപ്പോൾ ശക്തി ഉണ്ടായിരുന്നില്ല. അവർ അതെടുത്തുകൊണ്ട് കോംപ്ലക്സിനുള്ളിലേക്ക് പോവുകയാണ്. ഇനിയാണ് കോംപ്ലക്സിനുള്ള പെൺകുട്ടികളെ കാണിക്കുന്നത്. എക്സ്പെരിമെന്റിന് വേണ്ടി കൊണ്ടുവരുന്ന പെൺകുട്ടികളിലെല്ലാം ഇവർ സീഡിംഗ് നടത്തും. പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്നവർക്കെല്ലാം തന്നെ നല്ല പോലെ ആഹാരം കൊടുക്കും. പ്രഗ്നൻസി നെഗറ്റീവ് ആകുന്നവരാണ് ഈ പോസിറ്റീവായ എല്ലാ സ്ത്രീകളെയും നോക്കുന്നത്. അങ്ങനെ പലപ്പോഴായിട്ട് സീഡിംഗ് നടത്തിയിട്ടും പ്രഗ്നന്റ് ആകാത്ത കുറച്ച് ലേഡീസ് ആണ് ഈ കറുത്ത വസ്ത്രം ധരിച്ചവർ. അതിലാണ് നമ്മുടെ നായികയായ സമ്മേറ്റി ഉള്ളത്. അവർക്കൊന്നും പേരില്ലായിരുന്നു. എല്ലാവരെയും ഇതുപോലെ നമ്പേഴ്സ് ആണ് വിളിക്കുന്നത്. ചെറുപ്പത്തിൽ തന്നെ അമ്മയെ നഷ്ടപ്പെട്ട സമ്മേറ്റിയെ അവളുടെ അച്ഛനാണ് കോംപ്ലക്സിന് വിറ്റത്. പ്രഗ്നൻസി പോസിറ്റീവായ ശേഷം 150 ദിവസങ്ങൾ കഴിഞ്ഞെങ്കിൽ മാത്രമേ അവർക്ക് ആ സ്ത്രീകളിൽ നിന്നും സെറം എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ കഴിയൂ. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീകളും 100 ദിവസത്തിനപ്പുറം ജീവിച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും 100 ദിവസം കഴിയുമ്പോൾ മരിച്ചു പോവുകയാണ് പതിവ്. അവരാ സ്ത്രീകളിൽ എക്സ്പെരിമെന്റ് നടത്തി ആ സെറം എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് സുപ്രീം യാസ്കിന് വേണ്ടിയായിരുന്നു. അവശനിലയിലായ അയാളുടെ ആ പഴക്കം ചെന്ന ശരീരത്തെ വീണ്ടും യൗവനത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാണ് ഇങ്ങനെയൊരു എക്സ്പെരിമെന്റ്. അതിനുവേണ്ടി അയാൾക്ക് ആ സെറം ആവശ്യമായിരുന്നു. നമ്മുടെ നായികയായ സമ്മേറ്റിയിൽ അവർ സീഡിംഗ് നടത്തിയെങ്കിലും പ്രഗ്നൻസി പോസിറ്റീവായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അതിനുശേഷം കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോഴാണ് താൻ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം അവൾ മനസ്സിലാക്കുന്നത്. അതവൾ മറ്റുള്ളവരിൽ നിന്നും മറച്ചുവെച്ചു. ഇപ്പോൾ അവൾക്ക് ഏകദേശം 5 മാസമായിരിക്കുന്നു. അങ്ങനെ അവർ വീണ്ടും ഒരു സ്ത്രീയിൽ നിന്ന് സെറം എക്സ്ട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. വെറും 91 ദിവസം മാത്രമാണ് അവൾ പ്രഗ്നന്റ് ആയിരിക്കുന്നത്. 100 ദിവസം കഴിയുമ്പോൾ അവൾ മരിച്ചു പോകുമെന്നും അറിയാം. അതുകൊണ്ട് അവളിൽ നിന്നും എക്സ്ട്രാക്ഷൻ ചെയ്യുമ്പോഴേക്കും ആ സെറം പൂർണ്ണമായിട്ടും കിട്ടുന്നതിന് മുൻപ് തന്നെ അവൾ മരിക്കുകയും അവളുടെ ശരീരം താഴേക്ക് പോവുകയും ചെയ്യുന്നു. അങ്ങനെ നിരവധി സ്ത്രീകളാണ് ദിവസവും മരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രോജക്റ്റ് എന്തിനു വേണ്ടിയാണെന്ന് ശരിക്കും ഈ പ്രോജക്റ്റ് കൈകാര്യം ചെയ്യുന്ന അവിടുത്തെ സയന്റിസ്റ്റിന് പോലും അറിയില്ലായിരുന്നു. തനിക്കത് അറിയണമെന്ന് അയാൾ നിർബന്ധം പിടിക്കുന്നു. അങ്ങനെ അയാളെയും കൂട്ടിയാണ് ആ സ്ത്രീയിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്തെടുത്ത കുറച്ച് സെറവുമായിട്ട് അവർ സുപ്രീം യാസ്കിനെ കാണാൻ പോകുന്നത്. പക്ഷേ ഈ സയന്റിസ്റ്റ് ആ സെറം മാറ്റിവെച്ചിരുന്നു. പകരം മറ്റൊരു സെറമാണ് അയാൾ കയ്യിൽ കരുതുന്നത്. അവിടെ എത്തി അവർ ആ സുപ്രീം യാസ്കിനെ നേരിട്ട് കാണുന്നു. ശരിക്കും കലിയുഗത്തിലെ കലി തന്നെയായിരുന്നു ഈ യാസ്കിൻ. തങ്ങൾ കൊണ്ടുവന്ന സെറം ആ സയന്റിസ്റ്റ് കലിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. അയാൾ തന്റെ ശരീരത്തിലേക്ക് ആ സെറം വെച്ചതും മനസ്സിലായി ഇതാ സ്ത്രീയുടെ ശരീരത്തിൽ നിന്നും എടുത്ത സെറം അല്ലെന്നും തന്നെ കൊല്ലാൻ വേണ്ടിയുള്ളതാണെന്നും. ഇത് മനസ്സിലാക്കിയ കലിയാകട്ടെ ആ സയന്റിസ്റ്റിനോട് പറയുന്നുണ്ട് കാലങ്ങൾക്ക് ശേഷമാണ് എന്നെ ഒരാൾ കൊല്ലാൻ ശ്രമിച്ചതെന്ന്. ഈ ലോകത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നതെന്ന് ആ സയന്റിസ്റ്റ് പറയുന്നു. എന്നാൽ ഈ പ്രകൃതിയെ നശിപ്പിച്ചത് മുഴുവൻ മനുഷ്യനാണ്. മനുഷ്യരാശിക്ക് ഈ പ്രകൃതിയുടെ വില അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളൊക്കെ നശിപ്പിച്ചുകൊണ്ടിരുന്ന ആ പ്രകൃതിയെ ഞാൻ നിങ്ങൾക്ക് പോലും എത്തിപ്പെടാൻ പറ്റാത്ത ഇത്ര ദൂരത്തേക്ക് മാറ്റിയതെന്ന് കലി പറയുന്നു. എന്നിട്ട് അയാൾ ആ സയന്റിസ്റ്റിനെ കൊല്ലുകയാണ്. അതേസമയം സമ്മേറ്റി പ്രഗ്നന്റ് ആണെന്നുള്ള സത്യം അവളുടെ കൂടെ ഉണ്ടായിരുന്ന ലില്ലി എന്ന പെൺകുട്ടി മനസ്സിലാക്കുന്നു. നീ നെഗറ്റീവ് ആയിരുന്നില്ലേ, പിന്നെങ്ങനെ നീ പ്രഗ്നന്റ് ആയി എന്ന് ലില്ലി ചോദിക്കുന്നു. അതൊന്നും തനിക്കും അറിയില്ല എന്നാണ് സമ്മേറ്റി പറയുന്നത്. എന്നാൽ ഈ സത്യം ഇപ്പോൾ ആരും തന്നെ പുറത്തറിയണ്ട എന്ന് സമ്മേറ്റി പറയുന്നു. ലില്ലി അവൾക്ക് വാക്കു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഭൈരവനെ വീണ്ടും കാണിക്കുകയാണ്. എങ്ങനെയെങ്കിലും കോംപ്ലക്സിലേക്ക് കയറാൻ വേണ്ടിയിട്ട് തന്റെ ചുറ്റുമുള്ള എല്ലാ ആൾക്കാരിൽ നിന്നും യൂണിറ്റ്സ് കടം വാങ്ങിയിരുന്നു ഭൈരവൻ. എന്നാൽ അതൊന്നും തന്നെ തിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഭൈരവൻ ഒരു അനാഥനായിരുന്നു. ലൂക്കിനോട് അവൻ തന്റെ കഥ പറയുന്നു. യുദ്ധഭൂമിയിൽ എല്ലാവരെയും നഷ്ടപ്പെട്ട് അനാഥനായി കിടന്ന തന്നെ രക്ഷപ്പെടുത്തിയത് ഒരു പൈലറ്റ് ആയിരുന്നു. അയാൾ തന്നെ തന്റെ മകനെ പോലെ വളർത്തി. എല്ലാ വിദ്യകളും പഠിപ്പിച്ചു. ചൂതുകളിക്കിടെ അയാൾ തോക്കുകയും എല്ലാം അയാൾക്ക് നഷ്ടമാവുകയും ചെയ്തു. അക്കൂട്ടത്തിൽ അവസാനമായിട്ട് അയാൾ എന്നെയും കൊടുക്കാൻ തീരുമാനിച്ചു. അതല്ലാതെ അയാളുടെ മുൻപിൽ വേറെ വഴിയില്ലായിരുന്നു. എന്നാൽ ആ പൈലറ്റ് വിചാരിച്ചതിനേക്കാൾ ബുദ്ധിമാനായിരുന്നു ഭൈരവൻ. തനിക്ക് പകരം തന്നെ വളർത്തി വലുതാക്കിയ ആ പൈലറ്റിനെ തന്നെയാണ് ഭൈരവൻ അവരുടെ കൂടെ അയക്കുന്നത്. ഭൈരവൻ യൂണിറ്റുകൾ കടം വാങ്ങിയ ആൾക്കാരെല്ലാം തന്നെ അവിടേക്ക് അത് തിരിച്ചു ചോദിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ അവന്റെ ഗേൾഫ്രണ്ടായ റോക്സിയും ഉണ്ട്. എന്നാൽ അവൾക്ക് കോംപ്ലക്സിൽ ജോലി കിട്ടിയെന്നാണ് അവള് പറയുന്നത്. ഇത് കേട്ടതും ഭൈരവൻ ഞെട്ടുന്നു. കാരണം അവൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് കോംപ്ലക്സിലേക്ക് പോകാൻ. തന്നെ
തന്നെയും കൂടി ഒരു തവണ അതിനുള്ളിലേക്ക് കൊണ്ടുപോകാമെന്ന് അവളുടെ പുറകെ നടന്നവൻ ചോദിക്കുന്നു. ഒടുവിൽ അവൾ അത് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. വെറും 1 മണിക്കൂർ മാത്രമാണ് അവന് ജോലി ചെയ്യാൻ അവസരം കിട്ടുന്നത്. അങ്ങനെ റോക്സിയുടെ കൂടെ ഭൈരവനും കോംപ്ലക്സിനുള്ളിലേക്ക് കടക്കുന്നു. ശരിക്കും ഒരു അത്ഭുത ലോകം തന്നെയായിരുന്നു അതിനുള്ളിൽ ഉണ്ടായിരുന്നത്. റോക്സിയെ വിളിച്ചുകൊണ്ട് അതെല്ലാം കാണാൻ വേണ്ടിയിട്ട് ജോലിക്കിടെ അവൻ പുറത്തു കടക്കുന്നു. കോംപ്ലക്സിലെ ഓരോ ഫ്ലോറിനുള്ളിലും ഓരോ ലോകമായിരുന്നു. അവിടെ കടലും പ്രകൃതിയും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. അവർ ഇതുവരെയും നേരിട്ട് കണ്ടിട്ടില്ലാത്ത പ്രകൃതിയായിരുന്നു അത്. അവിടെ ഉണ്ടായിരുന്ന പഴങ്ങളൊക്കെ അവർ പറിച്ചു കഴിക്കുന്നു. എന്നാൽ എല്ലാം ചുറ്റിക്കണ്ട് ആസ്വദിക്കുന്നതിനിടെ ഭൈരവനെ ഗാർഡ്സ് പിടിക്കുന്നു. അവനെ കോംപ്ലക്സിനുള്ളിൽ നിന്നും പുറത്താക്കുന്നുണ്ട്. എന്നായാലും 1 മില്യൺ യൂണിറ്റ് സമ്പാദിച്ചിട്ട് താൻ ഇതിനുള്ളിൽ താമസിക്കാൻ വരുമെന്ന് അവൻ ശപഥമെടുക്കുകയാണ്. ഇതിനിടെ തുടക്കത്തിൽ ഗാർഡ്സിന്റെ കണ്ണു വെട്ടിച്ച് രക്ഷപ്പെട്ടു പോയ റായ എന്ന പെൺകുട്ടിയാകട്ടെ ഒളിച്ചിരുന്ന സ്ഥലത്ത് നിന്നും പുറത്തു കടക്കുന്നു. വിശന്നു വലഞ്ഞ അവളാകട്ടെ ആഹാരം തേടി പോകുന്നതിനിടെ വീണ്ടും ഗാർഡ്സിന്റെ മുന്നിൽ പോയി പെടുന്നു. അവർ അവളെ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ അവൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ്. ഓടി ഓടി അവൾ ഒരു വലിയ കുഴിയിലേക്ക് പോയി വീഴുന്നു. അവിടെയായിട്ട് ഒരാൾ ധ്യാനത്തിലിരിപ്പുണ്ടായിരുന്നു. അത് നമ്മുടെ അശ്വത്ഥാമ തന്നെയായിരുന്നു. അവളെ ആക്രമിക്കാൻ വന്ന ആൾക്കാരിൽ നിന്നും റായയെ അയാൾ രക്ഷിക്കുന്നു. അതേസമയം കോംപ്ലക്സിനുള്ളിലുണ്ടായിരുന്ന ഒരു ഗാർഡ് സമ്മേറ്റി പ്രഗ്നന്റ് ആണെന്ന് മനസ്സിലാക്കുന്നു. ഈ വിവരം സയന്റിസ്റ്റിനെ അറിയിക്കുകയും ചെയ്യുന്നു. സയന്റിസ്റ്റുകൾക്കെല്ലാം അത്ഭുതമായിരുന്നു. ആദ്യമായിട്ടാണ് 150 ദിവസം പ്രഗ്നന്റ് ആയ ഒരു ലേഡിയെ അവർ കാണുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവളുടെ ശരീരത്തിൽ നിന്നും യാസ്കിന് വേണ്ടുന്ന സെറം എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ അവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ നിർബന്ധപൂർവ്വം അവളെ അവിടേക്ക് കൊണ്ടുപോകുന്നു. ഇവിടെ റായ അശ്വത്ഥാമയോട് ചോദിക്കുന്നുണ്ട്, ഇത്രയും വെടിയുണ്ടകളേറ്റിട്ടും നിങ്ങൾക്കെന്താ ഒന്നും സംഭവിക്കാത്തതെന്ന്. തനിക്ക് മരണമില്ല എന്ന് അശ്വത്ഥാമ പറയുന്നു. അയാളുടെ ശരീരം നിറയെ വ്രണങ്ങൾ ഉണ്ടായിരുന്നു. അയാൾക്ക് കിട്ടിയ ശാപം കാരണം അയാൾ ഇന്നും മരിക്കാതെ ജീവിക്കുകയാണ്. കോംപ്ലക്സിനുള്ളിൽ സമ്മേറ്റിയുടെ ശരീരത്തിൽ നിന്നും സെറം എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുമ്പോൾ അവിടെ വലിയൊരു പവർ ലോസ് ഉണ്ടാവുകയാണ്. യുദ്ധഭൂമിയിൽ നിന്നും കൗൺസിലർ ബാനിക്ക് കിട്ടിയ ആ ധനുസിന് ശക്തി തിരിച്ചു കിട്ടാൻ തുടങ്ങി. ആ ധനുസിൽ തൊടാൻ ശ്രമിച്ച ബാനി പിറകിലേക്ക് തെറിച്ചു വീഴുന്നു. അതേസമയം എക്സ്ട്രാക്ഷന് വേണ്ടി കിടത്തിയിരുന്ന സമ്മേറ്റി അവിടെ നിന്നും താഴേക്ക് പോകുന്നു. എക്സ്ട്രാക്ഷൻ പൂർത്തിയായിട്ടുണ്ടായിരുന്നില്ല. ഒരേയൊരു തുള്ളി സെറം മാത്രമാണ് അവർക്ക് ലഭിക്കുന്നത്. താഴെ കുഴിയിലേക്ക് വീണ് മരിക്കാൻ പോയ സമ്മേറ്റിയെ ലില്ലി വന്ന് രക്ഷിക്കുന്നു. ഈ ലില്ലി യഥാർത്ഥത്തിൽ ശംബാലയിൽ നിന്നുള്ളൊരു ഏജന്റ് ആയിരുന്നു. ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് അവൾ ഇവിടേക്ക് വന്നത്. ലില്ലിയുടെ ആൾക്കാർ പുറത്തുണ്ടായിരുന്നു. സമ്മേറ്റിയെ അവൾ അവിടെ നിന്നും രക്ഷിച്ച് ലില്ലിയുടെ ആൾക്കാരുടെ അടുത്തേക്ക് അയക്കുന്നു. എന്നാൽ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ മരിച്ചു കിടക്കുന്നതാണ് സമ്മേറ്റി കാണുന്നത്. അവൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. പുറത്തേക്ക് ഒരടി കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ചുറ്റും തീയായിരുന്നു. അതിനെ തരണം ചെയ്ത് അവൾ പുറത്തു കടക്കുക എന്നുള്ളത് അസാധ്യമാണ്. അകത്തേക്ക് പോയ തങ്ങളുടെ ആൾക്കാരെ കാത്തിരിക്കുകയായിരുന്നു ശംബാലയിലെ മറ്റു 3 പേർ. എന്നാൽ തനിക്ക് അവിടെ നിന്ന് എങ്ങനെയും രക്ഷപ്പെട്ടേ പറ്റുമെന്ന് സമ്മേറ്റിക്കറിയാം. അവൾ തന്റെ വയറ്റിലേക്ക് കൈവച്ചുകൊണ്ട് നടക്കാൻ ആരംഭിച്ചതും ആ തീ 2 സൈഡിലേക്കും വഴിമാറുന്നു. എല്ലാത്തിനെയും തരണം ചെയ്ത് അവൾ പുറത്തു കടക്കുന്നു. പുറത്തുനിന്ന വീരനും സംഘവും വിചാരിച്ചിരുന്നത് തങ്ങളുടെ ആൾക്കാരാണ് തിരിച്ചു വരുന്നതെന്ന്. എന്നാൽ സമ്മേറ്റി കണ്ടതും അവർ അത്ഭുതപ്പെടുന്നു. അതേസമയം ഇവിടെ റായയുടെ ശരീരത്തിൽ എന്തോ ഒരു തിളങ്ങുന്ന വസ്തു അശ്വത്ഥാമ കാണുന്നു. റോമിയെ ഗാർഡ്സ് പിടിച്ചുകൊണ്ടു പോകുന്നതിനിടെ അയാളുടെ കയ്യിൽ നിന്ന് വീണ ആ വസ്തു റായയുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് യഥാർത്ഥത്തിൽ ശിവമണി തന്നെയായിരുന്നു. പണ്ട് കൃഷ്ണൻ അശ്വത്ഥാമയുടെ കയ്യിൽ നിന്നും കൊണ്ടുപോയ അതേ ശിവമണി. അത് തിളങ്ങുന്നു എന്നതിനർത്ഥം അശ്വത്ഥാമയ്ക്ക് മനസ്സിലായി, ഭഗവാൻ വീണ്ടും പിറവിയെടുക്കാൻ പോകുന്നു. ആ പിറവിയെത്തെടുക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടെന്ന് അശ്വത്ഥാമയ്ക്ക് മനസ്സിലാകുന്നു. അതുകൊണ്ട് തന്നെ ഭഗവാനെയും ആ ഭഗവാനെ ഉദരത്തിൽ കൊണ്ടു നടക്കുന്ന മാതാവിനെയും രക്ഷിക്കാൻ അശ്വത്ഥാമ ഇറങ്ങിത്തിരിക്കുകയാണ്. സമ്മേറ്റി രക്ഷപ്പെട്ടത് കാരണം കമാൻഡർ മാനസ് ആകെ ദേഷ്യത്തിലായിരുന്നു. കൗൺസിലർ ബാനി കമാൻഡറിനോട് പറയുന്നുണ്ട്, പുതുതായി ഇവിടെ എന്തോ സംഭവിക്കാൻ പോകുന്നുവെന്ന്. ഇത്രയും ദിവസം ശക്തിയില്ലാതെ കിടന്ന ഈ ഗാന്ധീവത്തിന് ഇന്ന് ശക്തി വന്നിരിക്കുന്നു. സാധാരണ മനുഷ്യനോ യന്ത്രങ്ങൾക്കോ ഒന്നും തന്നെ ആ ധനുസിൽ തൊടാൻ സാധിക്കില്ല. അവർ കത്തിച്ചാമ്പലായി പോകും. അതേസമയം കോംപ്ലക്സിന് പുറത്തേക്ക് കടന്ന സമ്മേറ്റിയെ ശംബാലയിലെ ആൾക്കാർ രക്ഷിച്ചുകൊണ്ടു പോവുകയാണ്. അക്കൂട്ടത്തിലുണ്ടായിരുന്നവരായിരുന്നു വീരനും കൈറയും അജുവും. നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട എന്നും നീ നിന്റെ കുഞ്ഞും ശംബാലയിൽ സേഫ് ആയിരിക്കുമെന്നും അവർ പറയുന്നുണ്ട്. കോംപ്ലക്സിനുള്ളിൽ നടക്കുന്ന കാര്യത്തെപ്പറ്റിയും പ്രോജക്ട് കെയെ പറ്റിയൊക്കെ അവർ സമ്മേറ്റിയോട് ചോദിക്കുന്നുണ്ട്. തനിക്കൊന്നും അറിയില്ല എന്ന് തന്നെയാണ് സമ്മേറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവളുടെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ തങ്ങൾക്കാർക്കും പേരില്ല എന്നും നമ്പർ മാത്രമാണുള്ളതെന്നും സമ്മേറ്റി പറയുന്നു. ഇത് കേട്ടിട്ട് ഇഷ്ടപ്പെടാതെ കൈറ അവൾക്കൊരു പേരിടുന്നു. സമ്മേറ്റി എന്ന പേരിനെ അവൾ സുമതി എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ സുമതിയും കൊണ്ട് അവർ പോകുന്ന വഴി കോംപ്ലക്സിലെ ആൾക്കാർ അവരെ ആക്രമിക്കുന്നുണ്ട്. സുമതിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ബാക്കി 3 പേരും കോംപ്ലക്സിലെ ആൾക്കാരുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. തന്റെ താവളത്തിലിരുന്ന ഭൈരവന്
തന്റെ താവളത്തിലിരുന്ന ഭൈരവന് റോബോട്ടായ ബുജി വഴി ശംബാലയിലെ റിബൽസ് ഇവിടെ എത്തിയിരിക്കുന്ന കാര്യം മനസ്സിലാകുന്നു. അവരെയൊക്കെ പിടിച്ചുകൊടുത്തു കഴിഞ്ഞാൽ തനിക്ക് ഒരുപാട് യൂണിറ്റ്സ് കിട്ടുമെന്ന് ഭൈരവൻ അറിയാം. അതുകൊണ്ട് ഭൈരവനും അവിടേക്ക് പോകുന്നു. സുമതിയെ രക്ഷിക്കാൻ വേണ്ടി കോംപ്ലക്സിലെ സോൾജേഴ്സുമായിട്ട് വീരനും കൂട്ടരും ഫൈറ്റ് ചെയ്തെങ്കിലും അതിനിടെ കയറി അവർക്ക് നഷ്ടമാകുന്നു. അവിടെ നിന്നും രക്ഷപ്പെട്ട് വീണ്ടും പുറത്തേക്ക് പോകുമ്പോഴേക്കും കോംപ്ലക്സിലെ മറ്റു ചില സോൾജേഴ്സ് അവരെ പിടികൂടുകയാണ്. ഇത്തവണ അജുവിനും പരിക്കേറ്റിരുന്നു. വീരന് ഒറ്റയ്ക്ക് സുമതിയെ രക്ഷിക്കാൻ കഴിയില്ല. ആ സമയത്താണ് സുമതിയുടെ രക്ഷകനായി അശ്വത്ഥാമ അവിടേക്ക് വരുന്നത്. സോൾജേഴ്സിനെല്ലാം ആക്രമിച്ച് സുമതിയെ രക്ഷിക്കുകയായിരുന്നു അശ്വത്ഥാമ. ഇതെല്ലാം തന്നെ അവിടേക്ക് വന്ന ഭൈരവൻ കാണുന്നുണ്ട്. സുമതിക്ക് വേണ്ടിയാണ് ഈ സോൾജേഴ്സ് വന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ താൻ സുമതിയെ പിടിച്ചു കൊടുത്താൽ തനിക്ക് ഒരുപാട് യൂണിറ്റ്സ് സ്വന്തമാക്കാമെന്ന് ഭൈരവന് മനസ്സിലായി. അതുകൊണ്ട് എങ്ങനെയും സുമതിയെ പിടിച്ച് കോംപ്ലക്സിന് കൊടുക്കാൻ ഭൈരവൻ തീരുമാനിക്കുന്നു. അതുകൊണ്ട് ആ സോൾജേഴ്സിന്റെ കൂടെ പോലും അവൻ ഫൈറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് സുമതിയുടെ അടുത്തേക്ക് അവൻ പോയെങ്കിലും അശ്വത്ഥാമ അവനെ തടയുന്നു. പിന്നീട് അശ്വത്ഥാമയും ഭൈരവനും തമ്മിലുള്ള വലിയൊരു പോര് തന്നെയാണ് നടക്കുന്നത്. അതീവ ശക്തനായ ഭൈരവൻ എത്ര ശ്രമിച്ചിട്ടും അശ്വത്ഥാമയെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. സുമതിയും കൂട്ടി അശ്വത്ഥാമയും വീരനും ശംബാലയിലേക്ക് പോകുന്നു. സോൾജേഴ്സിന് സുമതിയെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കാത്ത കാര്യം കമാൻഡർ മാനസ് കൗൺസിലർ ബാനിയെ അറിയിക്കുന്നു. 8 അടി നീളമുള്ള ആരോ വന്ന് അവളെ രക്ഷിച്ചു കൊണ്ടുപോയി. അതാരാണെന്ന് മാനസിനും മനസ്സിലായില്ല. എന്നാൽ അയാളുടെ നെറ്റിയിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരുന്നോ എന്ന് ബാനി ചോദിക്കുന്നു. ഉണ്ടായിരുന്നുവെന്ന് മാനസ് പറയുന്നു. അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ യുഗത്തിൽ ജനിച്ച മനുഷ്യനല്ല. കലിയുഗത്തിന് മുന്നേ തന്നെ ജീവിച്ചിരുന്ന ദ്രോണാചാര്യരുടെ പുത്രൻ അശ്വത്ഥാമയാണ് അയാളെന്ന് ബാനി പറയുന്നു. അങ്ങനെയെങ്കിൽ ഭൂമിയിൽ വീണ്ടും ദൈവസാന്നിധ്യം വരാൻ പോകുന്നു എന്നാണ് ബാനി പറയുന്നത്. കാരണം ഭൂമിയിൽ ദൈവസാന്നിധ്യം ഉള്ളപ്പോൾ ഉണ്ടായിരുന്നതായിരുന്നു ഈ ഗാന്ധീവം. ദൈവസാന്നിധ്യം പോയതോടുകൂടി ഇതിന്റെ ശക്തിയും ഇല്ലാതായി. പക്ഷേ ഈ യുഗത്തിൽ വീണ്ടും ഒരു ദൈവം പിറവിയെടുക്കാൻ പോകുന്നു. അതുകൊണ്ടാണ് ഈ ധനുസിന് വീണ്ടും ശക്തി തിരിച്ചു കിട്ടിയത്. അതായത് ഈ കലിയുഗത്തെ അവസാനിപ്പിക്കാൻ കൽക്കി എന്ന ജന്മം അവതാരമെടുക്കുമെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ അവതാരം പിറവിയെടുക്കുന്നത് എങ്ങനെയും തടയണമെന്നാണ് കൗൺസിലർ ബാനി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സുമതിയും കൂട്ടി വീരൻ ശംബാലയിലേക്ക് എത്തിയിരുന്നു. ഒരു വഴി അവസാനിക്കുന്നിടത്ത് അദൃശ്യമായിട്ടാണ് ശംബാലയിലേക്കുള്ള വഴി ഉണ്ടായിരുന്നത്. എന്നാൽ മുൻപിലേക്ക് വഴിയില്ല എന്ന് റായ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. പക്ഷേ വീരൻ അറിയാമായിരുന്നു മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കാത്ത ഒന്നാണ് ശംബാലയിലേക്കുള്ള വഴിയെന്ന്. ശംബാലയിലെത്തിയ സുമതിയെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും സ്വീകരിക്കുന്നു. മറിയത്തിന് മനസ്സിലായിരുന്നു ഭഗവാന് ജന്മം കൊടുക്കാൻ പോകുന്ന അമ്മയാണ് സുമതിയെന്ന്. എന്നാൽ മറിയം പറയുന്നതൊന്നും തന്നെ പലരും വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. ഇത് ഭഗവാൻ തന്നെയാണെന്ന് എങ്ങനെ വിശ്വസിക്കുമെന്ന് എല്ലാവരും ചോദിക്കുന്നു. ആ നിമിഷം തന്നെ അവിടെ വലിയ രീതിയിൽ മഴ പെയ്യാൻ തുടങ്ങി. കാലങ്ങൾക്ക് ശേഷം ഈ മഴ ഇവിടെ പെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഭഗവാൻ തന്നെയാണെന്നാണ് മറിയം പറയുന്നത്. ഇവരീ പറയുന്നതൊന്നും തന്നെ സുമതിക്കും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നതിന് മുൻപ് തന്നെ ഈ കുട്ടിക്ക് വേണ്ടി ഒരുപാട് പേർ ജീവൻ കൊടുത്തിരിക്കുന്നു. സുമതിക്ക് വേണ്ട പരിചരണങ്ങളെല്ലാം തന്നെ അവർ അവിടെ നൽകുന്നു. അശ്വത്ഥാമ എപ്പോഴും സുമതിയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു, അവളെ സംരക്ഷിക്കാൻ. അതേസമയം കോംപ്ലക്സിൽ നിന്നും മറ്റു സോൾജേഴ്സ് വന്നിട്ട് നേരത്തെ വലിയ ഫൈറ്റ് നടന്നെടുത്തു നിന്നും പരിക്കുപറ്റിയ സോൾജേഴ്സിനെ എടുത്തുകൊണ്ട് പോവുകയാണ്. അവിടെ വെച്ച് അവർ ഭൈരവനെയും കാണുന്നുണ്ട്. ഈ ഭൈരവൻ തങ്ങളോട് ഫൈറ്റ് ചെയ്തത് കാരണമാണ് സുമതിയെ തങ്ങൾക്ക് നഷ്ടമായതെന്ന് ആ സോൾജേഴ്സ് പറയുന്നു. അത് മനസ്സിലാക്കിയതും ഭൈരവനെ അവർ ബാൻ ചെയ്യുന്നു. അവന്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാ യൂണിറ്റ്സും അവർ അസാധുവാക്കുന്നു. ഇനി അവന് ഒരിക്കലും കോംപ്ലക്സിനുള്ളിലേക്ക് കയറാൻ സാധിക്കില്ല. ആജീവനാന്തം അവന് വിലക്ക് കൽപ്പിച്ചിരിക്കുകയാണ്. ആകെ വിഷമിച്ച് തകർന്നാണ് ഭൈരവൻ അവിടെ നിന്നും തന്റെ താവളത്തിലേക്ക് പോകുന്നത്. അവനവിടെ ബന്ദിയാക്കി വെച്ചിരുന്ന ലൂക്കിനെ തുറന്നുവിടുന്നു. നീ തിരിച്ചു പോയിക്കൊള്ളൂ എന്നാണ് പറയുന്നത്. എനിക്കിനി ഈ നാട്ടിൽ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യവുമില്ല. ഇവിടെ ആരും എനിക്ക് സ്വന്തമല്ല. എനിക്ക് പോകാനും ഒരിടമില്ല. ഭൈരവന്റെ ഈ വിഷമം കേട്ടപ്പോൾ ലൂക്ക് പറയുന്നുണ്ട്, നിങ്ങൾ ഞങ്ങളുടെ നാട്ടിലെ ഹീറോ ആണ്. നിങ്ങൾക്ക് ശംബാലയിലേക്ക് എപ്പോ വേണമെങ്കിലും വരാം. എന്റെ കൂടെ വാ, നമുക്ക് അങ്ങോട്ടേക്ക് പോകാമെന്ന് ലൂക്ക് പറയുന്നു. യഥാർത്ഥത്തിൽ ഭൈരവൻ ആവശ്യവും അത് തന്നെയായിരുന്നു. കാരണം ഇവിടേക്ക് വരുന്നതിന് മുമ്പ് അവൻ ആ കമാൻഡറുമായിട്ട് ഒരു ഡീൽ ഉറപ്പിച്ചിട്ടാണ് വന്നത്. ഭൈരവൻ കാരണമാണല്ലോ ആ സോൾജേഴ്സിന് സുമതിയെ പിടിക്കാൻ സാധിക്കാതിരുന്നത്. അങ്ങനെയെങ്കിൽ സുമതിയെ അവൻ ഇവിടെ തിരിച്ചു കൊണ്ടുവരികയാണെങ്കിൽ 1 മില്യൺ യൂണിറ്റ്സ് അവന് നൽകുകയും കോംപ്ലക്സിലേക്ക് അവന് താമസത്തിന് വരികയും ചെയ്യാം. അത് കേട്ടപ്പോൾ ആ ഡീലിന് ഭൈരവൻ എസ് പറയുന്നു. അങ്ങനെ ലൂക്കിനെ പറ്റിച്ച് അവൻ ശംബാലയിലേക്ക് ലൂക്കിന്റെ കൂടെ പോകുന്നു. അതേസമയം സുമതിക്ക് കാവലിരുന്ന അശ്വത്ഥാമയോട് റായ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ ഈ പഴയ വടിയുമായിട്ട് നടക്കുന്നത്? ഇവിടെ നിന്നും നല്ലൊരു വെപ്പൺ വാങ്ങി കയ്യിൽ വെച്ചൂടെ എന്ന്. ഇതിന്റെ പുരാതന യുഗത്തിലെ ആയുധമായിരുന്നു എന്നാണ് അശ്വത്ഥാമ പറയുന്നത്. എന്തൊക്കെ വന്നാലും അന്നത്തെ യുദ്ധത്തിൽ നിങ്ങളായിരിക്കും ബെസ്റ്റ് ഫൈറ്റർ എന്ന് റായ പറയുന്നു. എന്നാൽ അല്ലാന്നാണ് അശ്വത്ഥാമ പറയുന്നത്. അന്നത്തെ യുദ്ധത്തിൽ താൻ തോറ്റുപോയി. തന്നെ തോൽപ്പിച്ചത് ഗാന്ധിവധാരി കുന്തിപുത്രൻ അർജുനായിരുന്നു. അപ്പോൾ അർജുനാണോ ബെസ്റ്റ് ഫൈറ്റർ എന്ന് റായ ചോദിക്കുന്നു. അതിനും അല്ലാന്നാണ് അശ്വത്ഥാമ
മറുപടി പറയുന്നത്. അതിനേക്കാൾ ശക്തനായ മറ്റൊരാളുണ്ടായിരുന്നു, സൂര്യപുത്രനായ കർണൻ, അശ്വത്ഥാമയുടെ ഉറ്റമിത്രം. ഈ ആയുധം അദ്ദേഹത്തിന്റേതാണ്, അതായത് കർണന്റേതാണ്. ഈ ആയുധം എന്റെ കയ്യിലിരിക്കുമ്പോൾ വെറുമൊരു വടി മാത്രമാണ്. അദ്ദേഹത്തിന് മാത്രമേ ഈയൊരു ആയുധം ഉപയോഗിക്കാൻ കഴിയൂ. അശ്വത്ഥാമയുടെ കയ്യിലുണ്ടായിരുന്ന ആ വടി കർണന്റെ വിജയാസ്ത്രമായിരുന്നു. അശ്വത്ഥാമ എപ്പോഴും സുമതിയെ സംരക്ഷിക്കാൻ വേണ്ടി അവളുടെ കൂടെ തന്നെ നിൽക്കുന്നത് സുമതിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇവിടെ നടക്കുന്നത് എന്താണെന്ന് അവൾക്കൊന്നും തന്നെ മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ജനിച്ചു വീഴാത്ത ഈ കുഞ്ഞിനു വേണ്ടി ഒരുപാട് മരണങ്ങൾ കണ്ടു. ഇനിയും ആൾക്കാർ മരിക്കും. തനിക്കിതൊന്നും കാണാൻ സാധിക്കുന്നില്ല എന്ന് സുമതി പറയുന്നുണ്ട്. എന്നാൽ എന്തൊക്കെ വന്നാലും നിങ്ങളെ വിട്ട് ഒരു സെക്കൻഡ് പോലും എനിക്ക് മാറി നിൽക്കാൻ കഴിയില്ല എന്ന് അശ്വത്ഥാമ പറയുകയാണ്. അപ്പോഴേക്കും ലൂക്കിന്റെ കൂടെ ഭൈരവൻ ശംബാലയിലേക്ക് എത്തിയിരുന്നു. എന്നാൽ ശംബാലയ്ക്കുള്ളിൽ കടന്നതും ഭൈരവന്റെ മട്ടും ഭാവവും എല്ലാം മാറി. കൂടെ വന്ന എല്ലാവരെയും അവൻ മയക്കി കടത്തുന്നു. അവന്റെ ലക്ഷ്യം സുമതിയായിരുന്നു. അവൻ ശരീരത്തിൽ ധരിച്ചിരിക്കുന്ന സ്യൂട്ട് വെച്ചിട്ട് പല വിദ്യകളും നടത്താൻ ഭൈരവന് കഴിയുമായിരുന്നു. അവൻ അശ്വത്ഥാമയുടെ വേഷം സ്വീകരിച്ചാണ് സുമതിയെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കുന്നത്. എന്നാൽ സുമതിയെ രക്ഷിക്കാൻ അശ്വത്ഥാമ തിരിച്ച് ഫൈറ്റ് ചെയ്യുന്നു. അവര് തമ്മിൽ ഈ വലിയൊരു പോര് നടക്കുന്ന സമയത്ത് കോംപ്ലക്സിലെ കമാൻഡർ ഉൾപ്പെടെ ആൾക്കാർ ശംബാല ആക്രമിക്കാൻ വേണ്ടി വരുന്നു. ഇനി ഇവരെങ്ങനെയാണ് ഈ ശംബാല കണ്ടുപിടിച്ചതെന്നല്ലേ? നേരത്തെ സോൾജിയേഴ്സുമായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് വീരനും കൂട്ടരും സുമതിയും കൊണ്ട് പോകുന്ന വഴി അതിലൊരു സോൾജിയർ ആകട്ടെ അവരുടെ വാഹനത്തിലേക്ക് ഒരു ട്രാക്കർ വെച്ചിട്ടുണ്ടായിരുന്നു. അതുവഴിയാണ് ശംബാല എവിടെയെന്ന് കോംപ്ലക്സിലുള്ള ആൾക്കാർ കണ്ടുപിടിച്ചത്. ഒരിടത്ത് അശ്വത്ഥാമയും ഭൈരവനും തമ്മിൽ യുദ്ധം നടക്കുന്നു. മറുവശത്ത് സുമതിക്ക് വേണ്ടിയിട്ട് കോംപ്ലക്സിലെ ആൾക്കാർ ശംബാല ആക്രമിക്കുന്നു. സുമതിയും അവളുടെ കുഞ്ഞിനെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശംബാലയുടെ ആൾക്കാരെല്ലാം കോംപ്ലക്സിലെ സോൾജിയേഴ്സുമായിട്ട് ഫൈറ്റ് ചെയ്യുകയാണ്. മറിയം സുമതിയെ അവിടെ നിന്നും രക്ഷപ്പെടുത്തിക്കൊണ്ടു പോകാൻ ശ്രമിക്കുന്നു. എന്നാൽ അതിനു മുൻപ് തന്നെ കോംപ്ലക്സിലെ കമാൻഡർ സുമതിയെ തട്ടിക്കൊണ്ടു പോകുന്നു. മറിയം അവളെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും കമാൻഡർ മറിയത്തെ കൊല്ലുകയാണ്. ആ ഫൈറ്റിനിടെ സുമതി അവിടെ നിന്നും താഴേക്ക് പതിക്കുന്നു. കമാൻഡർ ഉൾപ്പെടെ എല്ലാവരും ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ്. സുമതി മരിക്കാൻ പാടില്ല, കാരണം അവളുടെ ശരീരത്തിൽ നിന്ന് മാത്രമേ ആ സിറം എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാൻ സാധിക്കൂ. താഴേക്ക് വീണ സുമതിയെ അശ്വത്ഥാമ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അയാൾക്ക് അവളെ മുകളിലേക്ക് വലിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അതിനു മുൻപ് പിടിവിട്ട് അവൾ താഴേക്ക് വീഴുന്നു. ആ സമയം അശ്വത്ഥാമയുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഭൈരവൻ അവളെ രക്ഷിക്കാൻ താഴേക്ക് ചാടുന്നു. ഭൈരവന്റെ കാലിൽ അശ്വത്ഥാമ പിടിക്കുകയും ഭൈരവൻ സുമതിയെ പിടിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവർ രണ്ടുപേരെയും അശ്വത്ഥാമ മുകളിലേക്ക് വലിച്ചു കയറ്റുകയാണ്. ഭൈരവൻ സുമതിയെ രക്ഷിച്ചത് അവന് കോംപ്ലക്സിനുള്ളിൽ കടക്കാൻ വേണ്ടിയായിരുന്നു. അശ്വത്ഥാമ വീണ്ടും ഭൈരവനെ ആക്രമിക്കുന്നു. അയാൾ ബാക്കിലേക്ക് പോയി വീഴുകയാണ്. ആ സമയം കൊണ്ട് കമാൻഡർ മാനസ് അശ്വത്ഥാമയെ ലോക്ക് ചെയ്യുകയാണ്. അശ്വത്ഥാമയ്ക്ക് അവിടെ നിന്ന് അനങ്ങാൻ പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഇനി സുമതിയെ രക്ഷിക്കാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. കമാൻഡർ മാനസ് സുമതിയെ തന്റെ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. ആ സമയത്ത് ബാക്കില് പാതി ബോധത്തിൽ കിടന്ന ഭൈരവന്റെ കയ്യിലേക്ക് അശ്വത്ഥാമയുടെ കയ്യിലുണ്ടായിരുന്ന ആ വടി വന്ന് വീഴുന്നു. അത് ഭൈരവന്റെ കയ്യിൽ സ്പർശിച്ചതും അതിന്റെ ശക്തി തിരിച്ചു ലഭിക്കുകയും ഭൈരവൻ അത് പ്രയോഗിക്കുകയും ചെയ്യുകയാണ്. കർണന് മാത്രം പ്രയോഗിക്കാൻ കഴിയുന്ന ആ ആയുധം എങ്ങനെ ഭൈരവന് പ്രയോഗിക്കാൻ കഴിയുന്നു? അത് കണ്ടപ്പോൾ അശ്വത്ഥാമയ്ക്ക് മനസ്സിലായി ഭൈരവൻ കർണന്റെ പുനർജന്മമാണെന്ന്. തന്റെ കയ്യിൽ കിട്ടിയ വിജയാസ്ത്രം ഉപയോഗിച്ച് ഭൈരവൻ ആ കമാൻഡറെ കൊല്ലുകയും സുമതിയെ രക്ഷിക്കുകയും ചെയ്യുന്നു. സുമതിയെ രക്ഷിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങി വന്നതും ഭൈരവന് താൻ എന്താണ് ചെയ്തതെന്ന് ഓർമ്മയില്ലായിരുന്നു. സുമതിയെ കോംപ്ലക്സിൽ കൊടുത്ത് 1 മില്യൺ യൂണിറ്റ് സമ്പാദിച്ച് കോംപ്ലക്സിനുള്ളിൽ പ്രവേശിക്കണമെന്ന് മാത്രമാണ് അവന്റെ മനസ്സിൽ അപ്പോഴുണ്ടായിരുന്നത്. അവൻ സുമതിയും കൊണ്ട് പോകാൻ ശ്രമിക്കുന്ന കണ്ട് അശ്വത്ഥാമ തന്റെ കെട്ടുപൊട്ടിച്ച് അവളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അശ്വത്ഥാമ അവനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിലും അവനതൊന്നും കേൾക്കാതെ സുമതിയും കൊണ്ട് അവിടെ നിന്നും പോകുന്നു. അതേസമയം സുമതിയുടെ എക്സ്ട്രാക്ഷൻ നടത്തുന്ന സമയത്ത് കിട്ടിയ ഒരു തുള്ളി സിറവുമായിട്ട് സുപ്രീമിന്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് കൗൺസിലർ ബാനി. ആ സിറം സ്വന്തം ശരീരത്തിലേക്ക് സുപ്രീം വെച്ചതും അയാളുടെ വാർദ്ധക്യം നിറഞ്ഞ ശരീരഭാഗങ്ങൾ മാറി യൗവനത്തിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങി. സുമതി എത്രയും പെട്ടെന്ന് തങ്ങൾ കണ്ടെത്തിക്കൊണ്ടുവരുമെന്ന് ബാനി പറയുന്നു. എന്നാൽ ഇനി അവളെ നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കേണ്ട എന്നും ഞാൻ തന്നെ അതിനെ നേരിട്ടിറങ്ങിക്കൊള്ളാമെന്നുമാണ് സുപ്രീം പറയുന്നത്. എന്നിട്ട് അയാൾ അവിടെ വെച്ചിരുന്ന ആ ധനുസ് എടുക്കുന്നു. ആർക്കും തന്നെ സ്പർശിക്കാൻ കഴിയാത്ത ആ ധനുസ് കലിക്കെടുക്കാൻ സാധിച്ചു. തന്റെ ശക്തിയെല്ലാം തിരിച്ചു ലഭിച്ച ശേഷം കലി എന്താണ് ഇനി ചെയ്യാൻ പോകുന്നതെന്ന് ഈ മൂവിയുടെ സെക്കൻഡ് പാർട്ടിലാണ് നമുക്ക് കാണാൻ സാധിക്കുക. അത്രയും കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവി ഇവിടെ അവസാനിക്കുകയാണ്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു എന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.